ഹലോ ഗൈസ്, ഇതാ ശിവരാത്രി ഒക്കെ അല്ലേ. അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇതാ ഞാൻ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. സോ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം കുന്നേൽ അമ്പലത്തിലാണ് കേട്ടോ. നമ്മൾ കുന്നേൽ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കയറി പ്രാർത്ഥിച്ചു തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്പലത്തിൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ കഞ്ഞി കുടിച്ചില്ല. ബിക്കോസ് ഉച്ചയാകുമ്പോൾ വീണ്ടും ചോറുണ്ണാൻ വരണമല്ലോ. അപ്പോൾ അത് അവൾ കണ്ണടിയൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ചന്ദനമൊക്കെ തൊടുകയാണ് ഗൈസ്. അങ്ങനെ ചന്ദനെല്ലാം തൊട്ടിട്ട് ഇതാ നമ്മളോടൊപ്പം ഇരിക്കുകയാണ്. എന്നിട്ട് സ്ക്രീനിൽ നോക്കി കുറേ പോസ്റ്റൊക്കെ ഞാൻ കാണിക്കുകയാണ്. എന്തിനാണോ എന്തോ എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഗൈസ് ഇതാ അവിടെ ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. സോ ഉച്ചയായപ്പോൾ നമ്മൾ വീണ്ടും ഉച്ചപൂജ തൊഴാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നല്ല ആളായിരുന്നു, അവിടെ നല്ല വെയിലും. അത് കഴിഞ്ഞ് ഇതാ ചോറിനാൻ വേണ്ടി ക്യൂ ഒക്കെ നിൽക്കുകയാണ്. സോ അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ താലപ്പൊലി ഉണ്ടായിരുന്നത്. അപ്പോൾ താലപ്പൊലിയുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ താലപ്പൊലിയുടെ കൂടെ കരകം കാവടി അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ താലപ്പൊലി വരുന്നത് നമ്മുടെ സ്വന്തം രക്തേശ്വരി അമ്പലത്തിൽ നിന്നായിരുന്നേ. അത് ഇങ്ങനെ നടക്കുമ്പോഴേ ഞാൻ എൻ്റെ കുറേ കസിൻ ചേച്ചിമാരെ കണ്ടത്. അതിൽ ഒരാണ് ഇത്. അപ്പോൾ ഗൈസ് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞ അട്ടഹാസിക്കുന്ന ഒരു ചേച്ചി. അപ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീഡിയോ എടുത്തു, പക്ഷേ ക്യാമറ ഓൺ ആക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോറിയേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അശ്വിനാണ്. ഇവിടുത്തെ ഭയങ്കര മെയിനൊക്കെയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പിന്നെ പറയാവേ. സോ ഭയങ്കര സുന്ദരനാണ്, അത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഇപ്പോൾ തൊട്ടപ്പുറത്ത് നെഞ്ച് തട്ടപ്പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ ഗോവിന്ദിരിപ്പുണ്ട്. ഇവൻ ഇവിടുത്തെ ഒരു കില്ലാടിയാണ്, ആൾ മെയിനാണ്, ക്യൂട്ടാണ്, പൂക്കിയാണ്, എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഇത് ആദിത്യൻ. അപ്പോൾ അത് ഇവന്മാരൊക്കെ കൂടി നമ്മൾ ആയത്തിനെ പിടിച്ച് കുലിക്കുന്നുണ്ട്. ഇവന്മാർ എന്നോട് കൂടി അപ്പടി വെകിൽത്തരവാന്നേ, പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയില്ല. പിന്നെ ഞാനും എൻ്റെ കുറേ കസിൻസ് നിൽപ്പുണ്ട് ഗൈസ്. രണ്ടുപേരും നിങ്ങൾക്ക് അറിയാം, പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്കറിയാം. സോ ഗൈസ് ഇതാണ് കുട്ടു. സോ നമ്മുടെ കസിൻ്റെ കസിനാണ്, എൻ്റെ കസിനല്ല പക്ഷേ കസിൻ്റെ കസിനാണ്. ഒക്കെ അത്രേ ഉള്ളൂ കേട്ടോ. സോ പിന്നെ ഞാനിവിടെ മുണ്ടൊക്കെ എഴുതി നിൽപ്പുണ്ട്. അതിങ്ങനെ ഞാൻ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഗ്യാമ പൂജ, അതായത് 12 മണിക്ക് പൂജയാണ്, അതിന് വേണ്ടി വന്നേക്കാണ് ഗൈസ്. അപ്പോൾ താഴെ നമ്മുടെ സ്വന്തം അശ്വിനും ഗോവിന്ദും കൂടെ ഇരിപ്പുണ്ട്. എന്തോ ഗൂഢാലോചനയാണ് രണ്ടും കൂടെ മെയിൻ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. ഒരാളത്ത് ആരെ തട്ടാൻ പോകുന്ന അറിയത്തില്ല. പിന്നെ ഗോവിന്ദൻ്റെ ബോഡി ഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ അല്ലേ. അപ്പോൾ ഗൈസ് രാത്രി പൂജയ്ക്ക് ഇവിടെ വിളക്ക് കത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്താണ്, ഞാൻ അവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് വിളക്കെല്ലാം കത്തിച്ചിട്ട് അവളെ പൂജയെല്ലാം തൊഴുത് എന്താ പറയുക, ഭയങ്കര ഒരു എന്താ ഫീലായിരുന്നു. കാരണം അതൊരു വൈബൊക്കെ ആയിരുന്നു. സോ എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി കഴിഞ്ഞെങ്കിലും ഹാപ്പി ശിവരാത്രി. ഓക്കെ ഗൈസ്, അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ പോവാണ്. ബൈ.